വൈകല്യത്തെ മനസ്സാന്നിധ്യവും നിശ്ചയദാർഢ്യവും കൊണ്ട് മറികടക്കുന്ന ഒരു യുവാവിന്റെ കഥയാണിത്. കുന്നിക്കോട് ബോബി ഹൌസിൽ AR ഷിജു തടിക്കാട് HSലെ പ്രഥമ അധ്യാപകനായിരുന്ന പരേതനായ ഹനീഫ കുഞ്ഞിന്റെയും റഷീദ ബീഗത്തിന്റെയും 3 മക്കളിൽ രണ്ടാമൻ. ഇരു കൈകളുമില്ലാതെയാണ് ഷിജുവിന്റെ ജനനം. ബാല്യത്തിൽ വൈകല്യം സുഹൃത്തുക്കളിൽ നിന്ന് ഷിജുവിനെ ഒറ്റപ്പെടുത്തി. അനുകമ്പയും ആക്ഷേപവും നിറഞ്ഞ നോട്ടങ്ങളും പെരുമാറ്റങ്ങളും. ഒരു കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽക്കാൻ ഇത്തരം സമീപനങ്ങൾ മതിയാവും. പക്ഷെ ഇവയ്ക്കൊന്നും ചെവി കൊടുക്കാതെ ഷിജു തന്റേതായ ഒരു പാത വെട്ടിപ്പിടിക്കുകയായിരുന്നു. ആദ്യാക്ഷരങ്ങൾ കാൽവിരലുകളാൽ സ്വായത്തമാക്കി. അനുകമ്പയോടെയും പരിഹാസത്തോടെയും നോക്കിയ കൂട്ടുകാർ പിന്നീട് ഷിജുവിന്റെ പ്രകടനത്തിൽ അത്ഭുതസ്തബ്ധരായി. ഷിജുവിന്റെ വളർച്ചയ്ക്കൊപ്പം ചിന്തകളും ശൈലികളും മാറി. ആഗ്രഹിക്കുന്നതെന്തും മനസാന്നിധ്യം കൊണ്ട് കീഴടക്കി. വളരെ വേഗത്തിൽ ഏതു തിരക്കിലും അതിമനോഹരമായി വാഹനമോടിക്കും. കമ്പ്യൂട്ടർ കീബോർഡും മൌസുമെല്ലാം ഷിജുവിന്റെ കാലുകളിലൂടെ അനായാസം പ്രവർത്തിക്കും. ഫോൺ ചെയ്യുന്നതും കാരംസ് കളിക്കുന്നതും വെള്ളം കുടിക്കുന്നതും എല്ലാം കാലുകൊണ്ട് തന്നെ. അതാണ് ഷിജുവിന്റെ നിശ്ചയദാർഢ്യം. രണ്ട് കൈയുമില്ലാതെയാണ് ഞാൻ ജനിച്ചത്. സ്കൂൾ കാലം തൊട്ട് കാലുകൊണ്ടാണ് എഴുതുകയും എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നത് എൻ്റെ 2 കാലും കൊണ്ടാണ്. അപ്പോൾ 2 കൈ ഉള്ളവർ ചെയ്യുന്നത് എനിക്കും ചെയ്യണമെന്നുള്ള ഒരു വാശി എനിക്ക് എൻ്റെ അറിവായ നാൾ മുതൽ എനിക്ക് തോന്നിത്തുടങ്ങിയതാണ്. ഞാൻ സ്കൂൾ പഠിച്ചു, അത് കഴിഞ്ഞ് കോളേജിൽ പഠിച്ചു, കാലുകൊണ്ട് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പഠിച്ചു, ഗ്രാഫിക്സ് ഡിസൈനിങ് പഠിച്ചു. അതിനുശേഷം ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു, കാലുകൊണ്ട് ക്യാരംസ് കളിക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈകല്യമുള്ള ഒരാൾ ഒരിക്കലും മനസ്സ് തളർന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരരുത്. നമ്മൾ മനസ്സുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പ്രയത്നിച്ചാൽ, അതിന് പിൻബലം തരാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നാൽ, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വീട്ടുകാരും എന്നെ പഠിപ്പിച്ച അധ്യാപകരും അതുപോലെ കുറേ ആളുകളും എനിക്ക് പ്രചോദനം നൽകിയതുകൊണ്ടും എൻ്റെ മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. വൈകല്യം മറന്ന് മനസ്സിനെ, ആ വൈകല്യത്തെ മറികടക്കാൻ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറെടുത്ത് ഏത് ലക്ഷ്യമാണ് എത്തേണ്ടതെന്ന് വെച്ചാൽ അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്താൽ ഏത് ലക്ഷ്യത്തിലും എത്തിച്ചേരാം. അതിന് ഉദാഹരണമാണ് നിങ്ങൾ ഇവിടെ ഞാൻ ചെയ്ത ഈ കാര്യങ്ങൾ കണ്ടത്. ഷിജു ഇപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരനാണ്. പുനലൂരിലുള്ള പത്തനാപുരം താലൂക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പോയിലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. വിവാഹം കഴിച്ചു. കണ്ണൂർ സ്വദേശിനി ഖദീജയാണ് ഭാര്യ. 3 മാസങ്ങൾക്ക് ശേഷം ഷിജു അച്ഛനുമാകും. ഷിജുവിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു ജോലി. ഷിജുവിന് ജോലി കിട്ടിയതിനു പിന്നിലും ഒരു കഥയുണ്ട്. എനിക്ക് ജോലി കിട്ടിയതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നേരിട്ട് നിയമിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ജോലി ലഭ്യമായത്.
മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കൊല്ലത്ത് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കാലുകൊണ്ടെഴുതിയ ബയോഡേറ്റയും ആയിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നു. ഞാൻ ജോലി ചെയ്യുന്നത് സപ്ലൈകോയുടെ താലൂക്ക് ഡിപ്പോ പുനലൂരാണ്. എനിക്ക് ജോലി കിട്ടിയതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നേരിട്ട് നിയമിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ജോലി ലഭ്യമായത്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കൊല്ലത്ത് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കാലുകൊണ്ടെഴുതിയ ബയോഡേറ്റയും ആയിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നു. ഞാനപ്പോൾ എൻ്റെ ആപ്ലിക്കേഷനുമായി നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയും അപ്പോൾ അവിടെ ഈ ജനത്തിരക്ക് കാരണം എന്നെയും പിന്നിലേക്ക് പോലീസുകാരും മറ്റും തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ കാണുകയും അവരോട് മാറാൻ പറയുകയും എന്നെ ആ മുഖ്യമന്ത്രി അടുത്തേക്ക് വിളിച്ച് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ബയോഡാറ്റ കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രിയോട് പറഞ്ഞു എനിക്കൊരു ജോലിയാണ് ആവശ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ സിവിൽ സപ്ലൈസിൻ്റെ MD വിളിക്കുകയും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡർ എഴുതി കൊടുക്കുകയും എന്നെ അങ്ങനെ താലൂക്ക് ഡിപ്പോയിലേക്ക് നിയമിക്കുകയും ചെയ്തു. സപ്ലൈകോയുടെ താലൂക്ക് ഡിപ്പോയിലേക്ക് നിയമിക്കുകയും ചെയ്തു. ഷിജു ഇന്ന് സംതൃപ്തനാണ്. മാന്യമായ ജോലി, സ്വസ്ഥമായ ജീവിതം. ഷിജുവിന്റെ ആഗ്രഹങ്ങൾക്ക് പ്രോത്സാഹനവും കരുത്തുമായി നല്ല ഒരു സുഹൃത്ത് വൃന്ദവും, എല്ലാറ്റിനും താങ്ങായി കുടുംബവും. അതാണ് ഷിജുവിന്റെ ജീവിത വിജയം. വൈകല്യം കരിനിഴൽ വീഴ്ത്തുന്ന മനുഷ്യജന്മങ്ങൾക്ക് ഷിജു ഒരു പ്രചോദനമാകും. അവർക്കായി ഷിജുവിന് നൽകാനുള്ളത് മഹാത്മാവിന്റെ ഈ വാക്കുകൾ മാത്രം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.